കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഡംപിംഗ് യാർഡ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാഗ് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സമീപവാസികളുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 5 പതിറ്റാണ്ടുകളായി മാലിന്യങ്ങൾ കൂനകൂട്ടിയിരുന്ന നഗരസഭയുടെ ഡംപിംഗ് യാർഡ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാഗ് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ബയോമൈനിംഗ് പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 1 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പ്രദേശത്തെ 2 സോണുകളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മുൻഭാഗത്തുള്ള ചെറിയ പ്രദേശം സോൺ 1ഉം വലിയ ഭാഗം സോൺ 2ഉമാണ്. ഇതിൽ വലിയ മേഖലയിലെ ബയോമൈനിംഗ് പൂർത്തിയായിരിക്കുകയാണ്. നിലവിൽ മുൻഭാഗത്തെ പ്രദേശത്താണ് ബയോമൈനിംഗ് പുരോഗമിക്കുന്നത്. വലിയ മേഖലയിൽ നിന്ന് ലഭിച്ച ജൈവമണ്ണ് ഉപയോഗിച്ചാണ് ബാഗ് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സമീപവാസികളുമായി ചർച്ച നടത്തി പരിശോധനാ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് ബാഗ് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 40-50 വർഷങ്ങളായി മാലിന്യങ്ങൾ കൂനകൂട്ടിയിരുന്ന പ്രദേശത്തിന് ഇത് വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും തുടർ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്ന 35 കോടി രൂപ വിനിയോഗിച്ച് ഈ സ്ഥലത്ത് മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നഗരസഭയിലെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഈ പട്ടണത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഏകദേശം 15 അടിയോളം ഹൈറ്റിലാണ് പ്ലാസ്റ്റിക്കുകളൊക്കെ നിറഞ്ഞിട്ടുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മൂക്ക് പൊത്തിക്കൊണ്ട് ഇതിലെ നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പുഴുവരിക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഇത്തവണ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ 10 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പം അതിൻ്റെ ഒരു ഏകദേശം പൂർത്തീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇപ്പം വന്ന് എത്തി നിൽക്കുക. അപ്പോൾ ആദ്യഘട്ടമായിട്ട് നമ്മൾ ചെയ്തത് ബയോമൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് ഈ വേസ്റ്റുകൾ കുഴിച്ചെടുത്ത് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ബയോമൈനിങ്ങിന് വേണ്ടി ഈ ഒരു ഏരിയനെ 2 സോണുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ അതിൽ സോൺ 2 ആണ് ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. ഫ്രണ്ടേജ് ആണ് സോൺ 1 ആയിട്ട് വരിക, ബാക്ക് സൈഡ് സോൺ 2 ആയിട്ട് വരുന്നു. ആ സോൺ 2 ഏകദേശം പൂർത്തീകരിച്ച അവസ്ഥയിലാണുള്ളത്. നമ്മളിവിടെ സമീപവാസികളെയും വിളിച്ച് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇന്ന് ബയോ ഫില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം SMS എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഇത് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. KSWMP ആണ് ഇതിന് ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും കാര്യക്ഷമമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തന മേഖലയിലുണ്ട്. അപ്പം ഈ 3 ദിവസം കൊണ്ട് ബയോ ഫില്ലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് നഗരസഭ കടക്കുകയാണ്. ഇപ്പം നിലവിൽ 35 കോടി രൂപ ടെക്നിക്കൽ സാങ്ഷൻ ആയിട്ടുണ്ട്. അടുത്ത പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നഗരസഭയ്ക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. ബയോമൈനിംഗ് പ്രക്രിയയിൽ മാലിന്യത്തിൽ നിന്ന് RDF വേർതിരിച്ചെടുത്ത ശേഷം ലഭിക്കുന്ന ജൈവമണ്ണ് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് ബാഗ് ഫില്ലിംഗിന് ഉപയോഗിക്കുന്നത്. ഈ മണ്ണിലെ രാസഘടകങ്ങൾ അംഗീകൃത പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, അസം ബീഗം, ജിനു മടയ്ക്കൽ, ഷഹന മഹൻ, വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ്, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയിലെ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ടെക്നിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടീം എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി കരാറെടുത്ത സ്ഥാപനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും KSWMB-ക്കും സംസ്ഥാന സർക്കാരിനും ചെയർപേഴ്സൺ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.